രാജസ്ഥാനിലൂടെയുള്ള തുടർ യാത്രകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജയ്പൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു പാലസാണ് സിറ്റി പാലസ്. അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ കോട്ടക്കുള്ളിലേക്ക് നമ്മൾക്ക് കയറണമെങ്കിൽ പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പാസ് എടുത്തിട്ട് ഇതിൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ കാണാം. കുറച്ച് ആൾക്കാർ അവിടെ രാജകീയ വേഷമൊക്കെ ധരിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ വേഷം കെട്ടിലൂടെയെങ്കിലും നമുക്ക് അല്പനേരം ഈ കൊട്ടാരത്തിലെ രാജാവാകാൻ പറ്റുമോ എന്നൊന്ന് നോക്കിയാലോ. രാജകീയ വേഷത്തിൽ നിൽക്കുന്ന ഫോട്ടോ നമ്മളെ കൊണ്ട് അവർ എടുപ്പിക്കില്ല. അവർ എടുക്കുന്ന ഫോട്ടോ നമുക്ക് തരുമ്പോൾ അതിന് പ്രത്യേകം ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിനൊക്കെ നിൽക്കുക. കൊട്ടാരത്തിൻ്റെ അകത്തുള്ള വിസ്മയ കാഴ്ചകളിലൂടെയാണ് ഇനിയുള്ള സഞ്ചാരം. കാഴ്ചകളോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ചരിത്രവുമായിട്ട് കൂട്ടുകൂടാം. ജയ്പൂർ നഗരത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. കച്ചാവ എന്ന രജപുത്ര വംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഈ കൊട്ടാരം. ഈ മ്യൂസിയം മഹാരാജ സവായ് മാൻസിംഗ് രണ്ടാമൻ മ്യൂസിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിനകത്ത് തന്നെ പല മണിമാളികളും ഉണ്ട്. അത് ചിലത് മുബാരക് മഹൽ, ദിവാൻ ഇ ഖാസ് ദിവാൻ ഇൻ ആം എന്നിവയാണ്. ഇതിൽ ചന്ദ്രമഹൽ എന്ന ഒരു മാളികയിലാണ് രാജകുടുംബം ഇന്ന് വസിക്കുന്നത്. ഇനി നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആയുധശേഖരങ്ങളൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇടങ്ങളാണ്. വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇവയെല്ലാം അവിടെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ജയ്പൂർ നഗരത്തിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളാണ് വിദ്യാധര ഭട്ടാചാര്യ. നമ്മുടെ ജയ്പൂർ രാജാക്കന്മാർക്ക് ജഹാംഗീറും ഷാജഹാനും അവരുടെ പേരുകൊത്തിയ വാളുകളും നൽകിയിട്ടുണ്ട്. അതുമൊക്കെ ഇവിടെ നമ്മൾക്ക് പ്രദർശനത്തിനായി കാണാൻ കഴിഞ്ഞു. അത്യാഡംബരപൂർണമായ അവരുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ ഉണ്ടെന്നാകിലും ഒരു സമാധാന അന്തരീക്ഷം ഇവർക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. ആയുധങ്ങളുടെ ഒരു നീണ്ട ശേഖരം തന്നെയാണ് ഇവരുടെ ഈ കോട്ട സംരക്ഷണത്തിന് വേണ്ടിയായിട്ട് അവർ ചിലവഴിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സിലേഹ്ഖാന എന്ന മ്യൂസിയത്തിലെ, അതായത് പേർഷ്യൻ ഭാഷയിൽ ആയുധപ്പുര എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പുറത്തേക്കിറങ്ങി അപ്പോൾ ഈ മറ്റു കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇനി വിശാലമായ ഒരു നടുമുറ്റത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് 3 ഗേറ്റാണുള്ളത്. അതിന് വീരേന്ദ്രപോൾ, ഉദയ്പോൾ, ട്രിപ്പോളിയ ഗേറ്റ് എന്നിങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. ഇനി ഇവർ സഞ്ചാരികൾക്കായിട്ട് കരുതി വച്ചിരിക്കുന്ന ഒരു ദൃശ്യവിരുന്നിലേക്ക് പോകാം. പല മണ്ഡപങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ സർവതോഭദ്ര എന്ന മണ്ഡപത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഗംഗാജലി എന്നു പേരുള്ള 2 വെള്ളിപ്പാത്രങ്ങളുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നിസ്സാരമായി കണ്ട് പോകാവുന്ന ഒന്നല്ല. ഗിന്നസ് ബുക്കിലൊക്കെ അടയാളപ്പെടുത്തിയ 2 വെള്ളിപ്പാത്രങ്ങളാണ്. അത് ഏറ്റവും വലിയ വെള്ളിപ്പാത്രം. ഇതൊക്കെ അറിഞ്ഞതുകൊണ്ടാണോ എന്തോ റിച്ചുവിന് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും എടുത്തു കൊടുക്കാം. പാത്രത്തിന് ഏകദേശം 340 കിലോ ഭാരമുണ്ട്.
ഏതാണ്ട് 4000 ലിറ്റർ ജലം ഇതിൽ സംഭരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന എഡ്വേർഡ് ഏഴാമൻ്റെ കിരീടധാരണ ചടങ്ങിൽ ജയ്പൂർ രാജാവായിരുന്ന മഹാരാജ സവായ് മാധവ് സിംഗ് ഈ പാത്രങ്ങളിലാണ് ഗംഗാജലം നിറച്ച് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയത്. ആ കപ്പൽ യാത്രയെക്കുറിച്ച് തന്നെ ഒട്ടേറെ കഥകളുണ്ട്. സമയമില്ലാത്തതിനാൽ അതൊക്കെ നമ്മൾക്കിപ്പോൾ പറയാനാവില്ല. ഈ നടുമുറ്റത്തിന് ചുറ്റുമാണ് ചന്ദ്രമഹൽ എന്നറിയപ്പെടുന്ന കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇപ്പോഴും രാജപരമ്പരയിൽപ്പെട്ട ആളുകൾ താമസിച്ചു പോരുന്നു. രാജാവ് അവിടെ ഉണ്ടെങ്കിൽ ഏറ്റവും മകുടഭാഗത്തായിട്ട് കൊടി പാറിപ്പറക്കും. അപ്പോൾ രാജാവ് ഇവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചന്ദ്രമഹലിലേക്ക് സഞ്ചാരികൾക്ക് വിലക്കാണ്, അങ്ങോട്ട് പോകാൻ കഴിയില്ല. നമുക്കപ്പോൾ ചന്ദ്രമഹലിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു നടുമുറ്റത്തേക്ക് പോകാം. പ്രീതം നിവാസ് ചൗക്ക് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇന്ത്യക്ക് ഇവിടമാകെ കൊളുത്തി വെക്കാനുള്ള വിളക്കുകളൊക്കെ സജ്ജീകരിക്കുകയാണ് അവിടെ. കൊട്ടാരത്തിന് 4 വാതിലുകളാണുള്ളത്. കൃഷി സിദ്ധിപ്പോൾ എന്നാണ് ഈ വാതിലുകൾ അറിയപ്പെടുന്നത്. ഈ കൊട്ടാരത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായൊരിടം എന്നാണ് എനിക്കിതിനെ വിശേഷിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ മറ്റൊരു ഇടത്തേക്ക് പോവുകയാണ്. അതിനു മുന്നേ ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾക്കൊരു ചായ കുടിക്കാം. ഇനി നമ്മൾ ഇവിടെ അടുത്ത് തന്നെയുള്ള മറ്റൊരു സ്ഥലമുണ്ട്, ജന്തർ മന്ദിർ എന്ന് പറയും. അങ്ങോട്ടാണ് നമ്മൾക്ക് പോകാനുള്ളത്. ഒരു വാന നിരീക്ഷണ കേന്ദ്രമാണ്. അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഓരോ ചായ കുടിക്കാം. അപ്പോൾ വഴിയോര കാഴ്ചകളും വാണിഭവും ഒക്കെ കണ്ടുകൊണ്ട് ഇത് കണ്ട നിറയെ പുളിയാണ് ഈ മരത്തിൽ. അങ്ങനെ വഴിയോര കാഴ്ചകളും വഴിയോര വാണിഭങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അവരോടൊപ്പം പോയിട്ട് ഓരോ ചായ കുടിക്കാം. അപ്പോൾ അടുത്ത കാഴ്ചകൾക്കൊക്കെ ഒരു ഉണർവുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച വെറുതെ കണ്ടങ്ങട് പോകാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല. അത് ഓരോ സൂക്ഷ്മമായ നിരീക്ഷണ പാടവത്തോടുകൂടി അതിനെ സമീപിച്ചാൽ മാത്രമേ അത് നമുക്ക് ഗ്രാഹ്യമാവുകയുള്ളൂ. അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോളാർ സിസ്റ്റം, അതായത് സൗരയൂഥത്തിൻ്റെ സമയക്രമീകരണങ്ങളും അതിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഗതിവിഗതികളും നമുക്കിവിടെ നേരിട്ട് കണ്ടറിയാൻ കഴിയും. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇവിടുത്തെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മളുടെ സഞ്ചാരം. ഇന്ത്യയിലുള്ള 5 ജന്തർ മന്ദിറിൽ ഒന്നാണ് നമ്മൾ ഈ കാണുന്നത്. ഭാരതത്തിലെ ജ്യോതിശാസ്ത്ര മേഖല എന്നത് ഒത്തിരി കാലപ്പഴക്കം ചെന്ന ഒരു സംഭവമാണ്. ജമദഗ്നൻ, ഭൃഗു എന്നിവരെ കൂടാതെ നമ്മുടെ ആര്യഭട്ടൻ, ഭാസ്കരൻ എന്നിവരൊക്കെ ഈ മേഖലയിൽ ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ്. ഗണിതശാസ്ത്രത്തിൻ്റെയും ജ്യോതിർശാസ്ത്രത്തിൻ്റെയും പിതാവായിട്ടാണ് ആര്യഭടൻ അറിയപ്പെടുന്നത്. ബീഹാറിലെ പാടലിപുത്രത്തിനടുത്തുള്ള കുസ്മപുരം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. രാഹുവും കേതുവും സൂര്യനെ വിഴുങ്ങുന്നത് കൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് എന്ന അന്ധവിശ്വാസത്തെ തിരുത്തി അത് നിഴലുകൾ മൂലമുണ്ടാകുന്ന ശാസ്ത്രീയ പ്രതിഭാസങ്ങളാണെന്ന് കൃത്യമായി പ്രവചിച്ച ഭാരതത്തിൻ്റെ സ്വന്തം ശാസ്ത്രജ്ഞനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള യാത്ര തുടരാം. ഇവിടെ ഈ കുരങ്ങന്മാരെയൊക്കെ കണ്ടപ്പോൾ റിച്ചുവിന് അത് കുറച്ചു നേരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അല്പനേരം ഇവരുടെ കളികളൊന്ന് ആസ്വദിക്കാം. 300 വർഷം പഴക്കമുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ജയ്സിംഗ് രണ്ടാമനാണ് ഇതിൻ്റെ സ്ഥാപകൻ. ഏകദേശം 90 അടി ഉയരമുള്ള ഒരു സമയന്ത്രം അങ്ങകലെ കാണുന്നുണ്ട്. നമ്മൾക്ക് അങ്ങോട്ടൊന്ന് പോകാം, അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. 14 ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ ഒരു സമന്വയമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിഴലുകളുടെ സമയക്രമം അത് അനുസരിച്ചാണ് ഇവിടെ
സമയത്തിൻ്റെ ക്ലിപ്തത കണക്കാക്കിയിരുന്നത്. യന്ത്രമന്ത്ര എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ജന്തർ മന്ദിർ എന്ന പേരുണ്ടായതത്രേ. ഇതും ജ്യോതിശാസ്ത്രത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ഇത് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളുടെ സവിശേഷതകളൊക്കെ അറിയാനുള്ള ഉപകരണങ്ങളാണ്. ക്രാന്തദർശികളായ അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ സമയക്ലിപ്തത മാത്രമല്ല, ശാസ്ത്രത്തിൻ്റെ അതുപോലെ തന്നെ കാലാവസ്ഥയുടെ പരിണാമങ്ങൾ, മാറ്റങ്ങൾ എല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരിടം. വെറും കല്ലും മണ്ണും കൊണ്ടുള്ള നിർമ്മിതികളല്ല, ഒത്തിരി സത്യങ്ങൾ നമ്മളോട് വിളിച്ചോതുന്ന രൂപദർശനങ്ങളുടെ ഒരു സമ്മേളനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 300 വർഷം മുമ്പുള്ള ആളുകൾ നടന്ന വഴിയും ചിന്തിച്ച രീതികളും കാണുമ്പോൾ നമ്മളൊക്കെ എത്ര നിസ്സാരന്മാരാണ് എന്നുള്ള തിരിച്ചറിവ്, അതൊക്കെയാണ് ഈ യാത്രകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും. തുടർ യാത്രകളിൽ നമുക്കും എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യബോധവും ഇതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന യാത്രകൾ തീരുന്നില്ല. യാത്രകളാണ് നമ്മളുടെ ഓരോ ഊർജവും ഉത്തേജനവും. കാലാവസ്ഥയെക്കുറിച്ച് വളരെ കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്ന ഇടം, അത് ശാസ്ത്രജ്ഞന്മാർക്ക് എന്നും കൗതുകവും ഇന്നും ഒരു അത്ഭുതവുമായിട്ട് നിലകൊള്ളുകയാണ്. കാലാവസ്ഥയുടെ ഓരോ മാറ്റങ്ങളും കൃത്യമായി നിരീക്ഷിക്കാനുള്ള ഉപാധികളിലൂടെയുണ്ട്. അതിനാൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ശാസ്ത്രജ്ഞന്മാരുടെ, കാലാവസ്ഥ നിരീക്ഷകരുടെ സംഘം പലപ്പോഴായിട്ട് ഇവിടെ ഒത്തുചേരുകയും അവരുടെ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരിടവും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തോടൊപ്പം ഈ ലോകത്ത് നമ്മൾക്കുള്ള സമയം വളരെ ചെറുതാണെന്നും ആ സമയത്തിനുള്ളിൽ നമ്മൾക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ വലുതാണെന്നുമുള്ള തിരിച്ചറിവിലൂടെ പടിയിറങ്ങുകയാണ്. അപ്പോൾ ജയ്പൂരിലെത്തിയിട്ട് നമ്മൾ പിങ്ക് സിറ്റി കണ്ടില്ലെന്ന് വേണ്ട. അപ്പോൾ പിങ്ക് നിറത്തിലുള്ള ഒരു കൂട്ടം കെട്ടിടങ്ങളുടെ ഒരു സമന്വയമാണ്. ബാപ്പു ബസാറിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒത്തിരി സാധന സാമഗ്രികളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഇടമാണ്. അപ്പോൾ ഈ തിരക്കിനിടയിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് കടകൾ കണ്ടെത്തി വിലപേശി വാങ്ങിക്കാം. ഇവിടുത്തെ കെട്ടിടങ്ങളുടെ നിറങ്ങളെല്ലാം ഒരുപോലെ അങ്ങനെ. അപ്പോൾ നമുക്ക് ഓരോ ഫലൂദ, കുൽഫി കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള കടകൾ തിരയാം. എന്നുമെന്നും മനസ്സിൽ സൂക്ഷിക്കുവാനായിട്ട് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്ത് സൂക്ഷിക്കാം. അങ്ങനെ കണ്ട കാഴ്ചകളെല്ലാം അതിഗംഭീരം. വീണ്ടും മറ്റൊരിടം, മറ്റൊരു കാഴ്ചകൾ.